ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കണ്ടൻറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. അത് മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടി സ്ലോ ആക്കിയിട്ട് പറയാം. ഫ്രീ കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ട് യൂട്യൂബും അതല്ലെങ്കിൽ ഇനി ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, അതിൻ്റെ ഫ്രീ ട്രാഫിക് അതും ഉപയോഗിച്ചിട്ട് പിന്നെ പ്രോപ്പർ മാർക്കറ്റിംഗ് കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് വളർത്തിയെടുക്കാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഹൗ ടു ഗ്രോ യുവർ ബിസിനസ് ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്. അത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്തോ. അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ക്രിയേഷൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും. അപ്പോൾ അത് ഇപ്പോൾ കാണണമെങ്കിൽ മുകളിൽ ഇപ്പോൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് നോക്കിയാൽ മതി. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കണ്ടൻറ്റ് മാർക്കറ്റിംഗ്. എന്താണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ്? അപ്പോൾ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം വേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടൻറ്റ്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് നിങ്ങൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ അസ്യൂം ചെയ്യാണ്. ഇനി നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഓൺലി ഗോഡ് ക്യാൻ ഹെൽപ്പ് യു. എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ പോഡ്കാസ്റ്റിൽ ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക ഗൈസ്. ഇതിനത്ര വലിയ ചിലവൊന്നുമില്ല. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾ കണ്ടൻറ്റ് ഉണ്ടാക്കുക. അല്ലാതെ നിങ്ങൾ ലോകത്ത് കാണുന്ന എല്ലാ ടോപ്പിക്സും എടുത്തിട്ട് നിങ്ങളുടെ ചാനലിൽ പല പല വീഡിയോസായിട്ട് ചെയ്തിട്ട് അത് അവിയൽ പരിവാക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ അതിൽ കുറച്ചുകൂടി എക്സ്പേർട്ടായിട്ട് ആൾക്കാർ തോന്നും. അതുപോലെ തന്നെ ഒരൊറ്റ ടോപ്പിക്കിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ എക്സ്പെർട്ടൈസ് കൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയാൽ, ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിലും പറഞ്ഞ പോലെ നമ്മൾ ഓഡിയൻസിനായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഫുട്ബോൾ മാനേജർ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോഴത്ത് അങ്ങനെ കളിച്ചത് അതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ പോയിട്ട് ഇതെങ്ങനെ കളിക്കുക എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി, ഇതെങ്ങനെ കളിക്കാമെന്ന്. അപ്പോൾ സീലൻഡ് എന്ന് പറഞ്ഞൊരു ചങ്ങായി നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എഫ് എമ്മിനെ പറ്റി നല്ല കോമഡിയൊക്കെ മിക്സ് ചെയ്ത് നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് പുള്ളി. ഒരു എല്ലാ വീഡിയോസും 10-15 മിനിറ്റ് നീളമുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് അങ്ങേരുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടപ്പെടുകയും അയാളുടെ പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് FM20 അല്ലെങ്കിൽ ഫുട്ബോൾ മാനേജർ ഗെയിം കളിക്കാൻ വേണ്ടി പഠിക്കാനല്ലെങ്കിലും ഞാൻ ഇയാളുടെ വീഡിയോസ് വരുമ്പോൾ കാണാൻ തുടങ്ങി. കാരണം ആ 15 മിനിറ്റ് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയുമായിട്ടാണ് കണക്ട് ചെയ്യണം, ഒരു ഡീപ്പർ ലെവലിൽ ഒരു കണക്ഷൻ വരുവാണ്. സോ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണക്ഷൻ ഉണ്ടായതിന് ശേഷം അതെന്തായിട്ട് മാറും, ട്രസ്റ്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ബ്രാൻഡ്സും അതിൻ്റെ ബേസ് ആൾക്കാർ ആ ബ്രാൻഡ്സിലുള്ള ട്രസ്റ്റിലാണ്. ആൾക്കാർക്ക് നൈക്കിലും അഡിദാസിലും അങ്ങനെയുള്ള വലിയ കമ്പനീസിലൊന്നും ട്രസ്റ്റ് ഇല്ലെങ്കിൽ ആ കമ്പനീസിന് എക്സിസ്റ്റൻസ് ഇല്ല. സോ നമ്മൾ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പോയിൻ്റ് അതാണ്, ബിൽഡിങ് ട്രസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റിംഗ് വഴി, അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതമൊക്കെ ഉപയോഗിച്ച് യൂട്യൂബിൻ്റെ SEO ഒക്കെ ഉപയോഗിച്ചിട്ട് പൈസ ഒന്നും മുടക്കാതെ ചെയ്യുന്ന മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ആഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീഡിയോസും അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെല്ലാത്തിനും ഒരുവിധം ആഡ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ആഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിലേക്ക് നിങ്ങളുടെ കണ്ടൻറ്റ് എത്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലവാക്കാൻ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പരിപാടി ചെയ്യാൻ കുഴപ്പമില്ല. ഇനി എന്നെ പോലുള്ള പാവപ്പെട്ട മനുഷ്യന്മാരാണെങ്കിൽ നമുക്ക് യൂട്യൂബ് അൽഗോരിതം ഉണ്ട്, യൂട്യൂബ് SEO ഉണ്ട്, പഠിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ്സിനെ പറ്റിയാണ്. യൂട്യൂബിൽ വ്യൂസ് ഉണ്ടായിട്ട് കാര്യമില്ല, ആഡ്സ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാന്നേ ഉള്ളൂ. ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സെല്ല് ചെയ്യണം, എന്തെങ്കിലും വിറ്റാലാണ് നമുക്ക് ബിസിനസ് ഉണ്ടെന്ന് പറയുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ഡ്രസ്സ് കടക്കാരന് ബിസിനസ് ഉണ്ടെന്ന് പറയുന്നത് അയാളുടെ കടയിലുള്ള ഡ്രസ്സുകളൊക്കെ വിറ്റ് പോകുമ്പോഴാണ്. ആ എക്സാമ്പിൾ വേണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ യു ഹാവ് ടു സെൽ സംതിങ്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ സെല്ല് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ സെല്ലിങ്ങിൽ ഫോക്കസ് ചെയ്യണം. എങ്ങനെ നമുക്ക് ഈ സാധനം സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ നടക്കണം എന്നല്ല. കണ്ടൻറ്റാണ് എല്ലാത്തിൻ്റെയും നട്ടൽ. ഈ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നടത്താൻ പറ്റുന്നത് എന്നുള്ള കാര്യം ആദ്യം ക്ലിയർ ആക്കുക. അപ്പോൾ ബിസിനസ്സിന് നമുക്ക് എന്തെങ്കിലും വിൽക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഫ്രീ ട്രാഫിക്കിനെ, ഫ്രീ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ എങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സാക്കി മാറ്റാം എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഫണൽസ്. അപ്പോൾ ഫണൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിലൊന്ന് പോയി സെർച്ച് ചെയ്യാം. ഈ സാധനമാണ് ഫണൽ. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന റേഷൻ കടയിലുള്ള ഫണലിനെ പറ്റിയിട്ടല്ല സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത് സെയിൽസ് ഫണലിനെ പറ്റിയിട്ടാണ്.
അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഭയങ്കര ജനറലൈസ്ഡ് ആക്കിയിട്ടുള്ള ഒരു സെയിൽസ് ഫണലിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ വരുന്നത് ട്രാഫിക്കാണ്, മിഡിൽ വരുന്നത് പ്രോസ്പെക്റ്റ്, ഏറ്റവും ബോട്ടം പോയിന്റിൽ വരുന്നത് കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ ഫണൽ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സെയിൽസ് ഫണൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓഡിയൻസ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് വിൽക്കാനുള്ള ആ ഒരു സാധനം അതെന്തും ആവട്ടെ അതിലേക്ക് വരുന്ന ഒരു പാത്ത് വേനെയാണ് ഈ ഫണൽ എന്ന് പറയുന്നത്, ഒരു വഴി. സോ അതിലാദ്യം വരുന്നത് ഫ്രീ ട്രാഫിക്കാണ്. അതായത് നമുക്ക് നമ്മുടെ യൂട്യൂബ് തരുന്ന വ്യൂവേഴ്സും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തരുന്ന ലൈക്സും കമൻസും ഷെയറും ഒക്കെ നമ്മുടെ ഓഡിയൻസ്, അതാണ് ഏറ്റവും മുകളിൽ വരുന്നത്, അത് ഏറ്റവും വലുപ്പമുള്ള ഭാഗം. കാരണം അത് ഒരുപാട് പേരുണ്ടാവും, താഴത്തേക്ക് എത്തുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഈ ട്രാഫിക്കിൽ ഒരുപാട് പേര് നമ്മളിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യും, നമ്മുടെ കണ്ടൻറ്റുമായിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യും. ആ കണക്ഷൻ ബിൽഡ് ചെയ്ത കുറച്ച് പേര് പ്രോസ്പെക്റ്റ് ആയിട്ട് മാറും. അതായത് അവർ നമ്മളെ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അവരെയാണ് നമ്മൾ പ്രോസ്പെക്റ്റ് എന്ന് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഐഡിയൽ കസ്റ്റമേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പ്രോസ്പെക്റ്റിൽ കുറച്ച് പേര് എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ലെവലിൽ നമ്മൾ അടിപൊളിയായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അവസാനം കസ്റ്റമേഴ്സ് നമുക്ക് കൊടുക്കാനുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ സെല് ചെയ്യാൻ വെച്ചിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് മേടിക്കാനുള്ള ചാൻസ് ഉള്ളത് ഈ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പിടക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് ചാനലാണെന്ന് വിശ്വസിച്ചു, നിങ്ങളൊരു കുക്കിംഗ് ചാനലാണ് നടത്തുന്നത്. കുക്കിംഗ് എക്സാമ്പിളായി എടുക്കാൻ കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാ മലയാളികളും കുക്കിംഗ് ചാനലാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് അത് എക്സാമ്പിളായി എടുത്തത്. കുറച്ചുകൂടി ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നി. അപ്പോൾ കുക്കിംഗ് ചാനൽ എടുത്താൽ ആദ്യം ഓടി വരുന്ന ട്രാഫിക്. അപ്പോൾ ട്രാഫിക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? കുക്കിംഗ് വീഡിയോസ് ഇടണം. നമ്മൾ നല്ല രീതിക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ, നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യൂസ് കിട്ടാതിരിക്കാൻ ഒരു പണിയില്ല. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുക്കിംഗ് ചാനലൊക്കെ ഒന്ന് പച്ചപിടിച്ച് വരണമെങ്കിൽ. കാരണം ഒരുപാട് കുക്കിംഗ് ചാനലുണ്ട്, കോമ്പറ്റീഷൻ കൂടുതലാണ്, അത് മനസ്സിലാക്കുക. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ട്രാഫിക്കൊക്കെ കിട്ടിയെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് നല്ലത്. അപ്പോൾ ട്രാഫിക് ആയതിനു ശേഷം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് മാർക്കറ്റിംഗ് ആണ്. പ്രോസ്പെക്റ്റിലേക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് മുമ്പേ, ഇതിനൊക്കെ മുമ്പേ, ഇത് പറയാൻ മറന്നുപോയി, ഏറ്റവും മുമ്പേ നിങ്ങൾക്ക് വേണ്ടത് സെല് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യമാണ്. മനസ്സിലായില്ലേ? എന്തെങ്കിലും വിൽക്കണമല്ലോ. അപ്പോൾ കുക്കിംഗ് ചാനലാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ വിൽക്കുക? ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കസ്റ്റം കുക്ക് ബുക്ക് വേണമെങ്കിൽ വിൽക്കാം, പാചക പുസ്തകം. അതിൽ നിങ്ങളുടെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ വെച്ചിട്ടുള്ള ഒരു 40-50 രൂപയുടെ ഒരു ബുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കിയ അച്ചാറിൻ്റെ കമ്പനി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായില്ലേ? അത്രേ ഉദ്ദേശമുള്ളൂ. ഇപ്പോൾ ഞാൻ കുക്ക് ബുക്ക് എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്, അത് കുറച്ചുകൂടി അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് വിൽക്കാനുള്ളത് ഈ കുക്ക് ബുക്കാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ പ്രോസ്പെക്റ്റിലേക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചാൽ എനിക്ക് മനസ്സിൽ വരുന്നത്, നമ്മുടെ ഈ ട്രാഫിക്കിലേക്ക് ഈ ബുക്കിനെ പരിചയപ്പെടുത്തണം, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോസ്പെക്ട്സിനെ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബുക്കിൽ നിന്ന് കുറച്ച് റെസിപ്പീസ് എടുത്തിട്ട്, നിങ്ങളുടെ സീക്രട്ട് റെസിപ്പീസ് ആയിരിക്കണം ഇതിലൊക്കെ ഉള്ളത്, ആ റെസിപ്പീസ് എടുത്തിട്ട് നമ്മൾ 4-5 വീഡിയോ ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ട്രാഫിക്കുള്ള കുറച്ച് പേര് നമ്മുടെ ബുക്കിൻ്റെ പ്രോസ്പെക്ട്സ് ആയിട്ട് മാറും, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോസ്പെക്ട്സ്. ആൻഡ് ഇവൻച്വലി നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഒരു ബുക്കിൻ്റെ ഓഫർ ഇട്ട് നിങ്ങൾ അവരെടുത്ത് ചെന്നാൽ മോസ്റ്റ് പ്രോബബ്ലി അവരൊരു കസ്റ്റമറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണക്ഷനൊക്കെ ബിൽഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോസൊക്കെ ഉണ്ടാക്കി ചെയ്താൽ ഇങ്ങനെ സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. ആവുമെന്നല്ല പറയുന്നത്, ഒരു ചാൻസ് ഫാക്ടറാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു ചാൻസ് ഫാക്ടറാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഓഡിയൻസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ വീഡിയോ. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എത്രത്തോളം നിങ്ങൾക്ക് ആ ഓഡിയൻസിനായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഓടിച്ചെന്നിട്ട് ഒരു കുക്ക് ബുക്ക് ഉണ്ടാക്കി എന്നിട്ട് അതിന് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിന് സെയിൽസ് ഒന്നും കിട്ടിയില്ലോടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഫസ്റ്റ് ഫോക്കസ് ഓൺ കണ്ടൻറ്റ് ആൻഡ് കണക്ഷൻ. സെക്കൻഡ് ലേൺ, പഠിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുക, ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റ് കേൾക്കുക, ഇങ്ങനെയുള്ള ബുക്സ് വായിക്കുക, യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കുക. ആൻഡ് ഇവൻച്വലി യു വിൽ ബി സക്സസ്ഫുൾ. അപ്പോൾ പഠിക്കാൻ റെഡി ആയെങ്കിൽ ദാ സ്ക്രീനിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ പറഞ്ഞ ആ വീഡിയോ, ഹൗ ടു ഗ്രോ യുവർ ബിസിനസ് ഓൺ യൂട്യൂബ്. ഓൾസോ എൻ്റെ യൂട്യൂബ് പ്ലേലിസ്റ്റ് അതിൻ്റെ താഴെ കാണാം. കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലൈക്കും സബ്സ്ക്രൈബും ഡിങ്ങിങ്ങും അടിക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വൺ.